നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ് ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ്. വളരെ ബ്രീഫായി പഠിക്കേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം സോളിഡ്സ് എന്താണെന്ന് അല്ലേ. സോളിഡ്സ് ആർ സബ്സ്റ്റൻസസ് ഹാവിങ് ഡെഫിനിറ്റ് സൈസ് ഓർ ഷേപ്പ് ആൻഡ് വോളിയം. ഡെഫിനിറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഷേപ്പ്, അതുപോലെ വോളിയം, സൈസ് ഒക്കെയുള്ള സബ്സ്റ്റൻസസിനെയാണ് സോളിഡ്സ് എന്ന് പറയുക. ഈ ചാപ്റ്ററിൽ സോളിഡ്സിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി? ആ പേരിൽ നിന്ന് തന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു സബ്സ്റ്റൻസ് എന്തായിരിക്കും? മനസ്സിലേക്ക് വരുന്ന ഒരു സബ്സ്റ്റൻസ് എന്തായിരിക്കും? യെസ്, റബ്ബർ അല്ലേ. അപ്പോൾ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ നോക്കാം? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ സബ്സ്റ്റൻസ് ഓർ എ മെറ്റീരിയൽ റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ് ഓൺ ദ റിമൂവൽ ഓഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ്. Deforming force means any force which can produce a deformation. Deformation എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആക്ച്വൽ സൈസിൽ നിന്ന് അല്ലെങ്കിൽ ആക്ച്വൽ ഷേപ്പിൽ നിന്നുള്ള വേരിയേഷനാണ് ഡിഫോമേഷൻ എന്ന് പറയുക. സോ ഡിഫോമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതൊരു ഫോഴ്സിനെയും നമുക്ക് ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു മെറ്റീരിയൽ അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസസിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് അല്ലെങ്കിൽ അതിൻ്റെ സൈസിന് അല്ലെങ്കിൽ ലെങ്തിൽ വേരിയേഷൻ വരുത്താൻ കഴിയും. ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റബ്ബറിന് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കാണിക്കാത്ത സബ്സ്റ്റൻസസിനെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്നാണ് പറയുക. ഓക്കെ, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. So when we apply a deforming force, a change in size or shape will be produced, and when we remove the deforming force, elastic materials comes back to the original condition. കാരണം എന്തുകൊണ്ടാണ്? അതിലൊരു റിസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയലിനുള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് റിസ്റ്റോറിങ് ഫോഴ്സ്. ആ റിസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് മെറ്റീരിയൽ തിരിച്ചതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാം. ദറ്റ് ഈസ് സ്ട്രെസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. റിസ്റ്റോറിങ് ഫോഴ്സ് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു. ഒരു മെറ്റീരിയലിന് അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിൽ നിന്ന് വ്യത്യാസം വന്നു കഴിയുമ്പോൾ തിരിച്ച് ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഫോഴ്സാണ് റിസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ റിസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് സ്ട്രെസ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സ്ട്രെസ് ഈക്വൽ ടു റിസ്റ്റോറിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിഫോമിംഗ് ഫോഴ്സ്. രണ്ടും ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഡിഫോമിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. ഫോഴ്സ് പെർ ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. ദാറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് സ്ട്രെസ്. Now what is strain? It is defined as the ratio of change in dimension to the original dimension of the body. അതായത് നമ്മളൊരു ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ ചേഞ്ച് സംഭവിക്കാം. ഒന്നുകിൽ അതിൻ്റെ ലെങ്തിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഏരിയ വ്യത്യാസം വരാം, അല്ലെങ്കിൽ വോളിയം വ്യത്യാസം വരാം. അപ്പോൾ ഏത് ക്വാണ്ടിറ്റിയിലാണോ ചേഞ്ച് വരുന്നത് ആ ചേഞ്ച് ഡിവൈഡഡ് ബൈ ദി ഒറിജിനൽ ക്വാണ്ടിറ്റി. റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ dimension, that is known as strain. So strain is equal to change in dimension by original dimension. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ്ലെസ് ആണ്. യൂണിറ്റ് ഇല്ല. കാരണം മേലെയും താഴെ ഇപ്പോൾ ലെങ്തിലുള്ള ചേഞ്ച് ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആ രീതിയിലാണ് വരിക. സോ ഇറ്റ് ഈസ് യൂണിറ്റ്ലെസ്. Now another important thing is that stress is directly proportional to strain. Okay, stress is proportional to strain or stress by strain equal to a constant. ഈ ഒരു ലോ, this is known as Hooke's law of elasticity. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് Hooke's law of elasticity. So Hooke's law of elasticity states that
within the elastic limit, stress is directly proportional to strain, or stress by strain equal to a constant, and the constant is known as modulus of elasticity. ഓക്കെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റൻ്റ് ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ഹുക്സ് ലോ അതിൽ ഒരു കണ്ടീഷൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, അതായത് ഒരു ലിമിറ്റ് വരെ മാത്രമേ ബോഡിക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ. ആ ഒരു ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. There are three ways in which a solid may change its dimensions when an external force acts on it. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 3 രീതിയിൽ അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാം. ഒന്ന്, ദേ മേ ടേക്ക് പ്ലേസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവാം. ആ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ആൻ ഇൻക്രീസ് ഇൻ ലെങ്ത് ഓർ എ ഡിക്രീസ് ഇൻ ലെങ്ത്. 2 രീതിയിലാവാം. ഈ ലെങ്ത്തിൽ ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ലെങ്ത്തിൽ ഡിക്രീസ് ആവാം. ഈ രീതിയിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുന്നെങ്കിൽ then the strain is called longitudinal strain. Okay, longitudinal strain. And strain നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ, that is longitudinal strain, delta L by L. Corresponding stress is known as tensile stress. Stress നമ്മൾ പറഞ്ഞു restoring force per unit area. So tensile stress എന്ന് പറഞ്ഞാൽ എന്താണ്? The stress that produces a change in length. ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള റെസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് ടെൻസൈൽ സ്ട്രെസ് എന്നറിയപ്പെടുന്നത്. there can be a change in volume. വോളിയത്തിലുള്ള ചേഞ്ച്. അപ്പോൾ വോളിയത്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഇസ് കോൾഡ് വോളിയം സ്ട്രെയിൻ. ഓക്കെ, ഓർ ബൾക്ക് ഡിഫോർമേഷൻ എന്ന് പറയാം, ബൾക്ക് ഡിഫോർമേഷൻ. And in this case, the restoring force per unit area is known as hydraulic stress or volume stress. Okay, അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെയിനിന് വോളിയം സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ ആ കേസിലുണ്ടാവുന്ന റെസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് വോളിയം സ്ട്രെസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് എന്നറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ the deforming force may produce a change in shape in the body. ബോഡിയുടെ ഷേപ്പിൽ ചേഞ്ച് വരുത്താം. അതായത് സപ്പോസ് യു ഹാവ് എ ബ്ലോക്ക് ഓഫ് മെറ്റീരിയൽ, ഒരു ക്യൂബിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയലാണെന്ന് വിചാരിക്കുക. അതിൽ നമ്മളൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഷേപ്പിലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ഷേപ്പിൽ ചേഞ്ച് വരുത്തുന്ന സ്ട്രെയിൻ, ആ കറസ്പോണ്ടിങ് സ്ട്രെയിനാണ് ഷെയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുക. ഓക്കെ, ഷെയറിംഗ് സ്ട്രെയിൻ. ആൻഡ് ദ കറസ്പോണ്ടിങ് സ്ട്രെസ് ഇസ് നോൺ ആസ് ടാൻജൻഷ്യൽ സ്ട്രെസ് ഓർ ഷെയറിംഗ് സ്ട്രെസ്. Okay, so if there is a change in length, it is longitudinal strain, change in volume, volume strain, change in shape, shearing strain. And correspondingly you have 3 types of stress: tensile stress, volume stress and shearing stress. അപ്പോൾ 3 different types of stress and correspondingly 3 different types of strain. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ മനസ്സിലാക്കി സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ 3 ടൈപ്പ് സ്ട്രെസ്സും 3 ടൈപ്പ് സ്ട്രെയിനും ഉള്ളതുകൊണ്ട് ദർ ആർ 3 മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് വിൽ കൺസിഡർ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് അതുപോലെ തന്നെ സ്ട്രെയിൻ, അതിൻ്റെ റേഷ്യോ ആണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നറിയപ്പെടുന്നത്. സോ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ലീനിയർ സ്ട്രെസ് ഓർ ടെൻസൈൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ y ഈക്വൽ ടു, y കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, y ഈക്വൽ ടു F by A ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. എഫ് ബൈ എ എന്നത് ലീനിയർ അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സാണ്. ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ ഓർ എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ദാറ്റ്സ് ഇക്വേഷൻ ഫോർ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിൻ്റെ യൂണിറ്റ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും, കാരണം സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ, അതായിരിക്കും യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ്. Now the modulus of elasticity corresponding to change in volume is known as
ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ വോളിയം സ്ട്രെസ് അതുപോലെ വോളിയം സ്ട്രെയിൻ ഈ ഒരു റേഷ്യോ ആണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ബി. സോ ബി ഈക്വൽ ടു വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ഇസ് ദ റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു ഹൈഡ്രോളിക് സ്ട്രെയിൻ. വോളിയം സ്ട്രെസ്സിനാണ് ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോളിയം സ്ട്രെയിൻ ഓൾസോ നോൺ ആസ് ഹൈഡ്രോളിക് സ്ട്രെയിൻ. സോ ഇക്വേഷൻ ഒന്ന് നോക്കുക. ബി ഈക്വൽ ടു സ്ട്രെസ് ഇറ്റ് ഇസ് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഡെൽറ്റ വി ബൈ വി. വോളിയം സ്ട്രെയിൻ ഇസ് ഡെൽറ്റ വി ബൈ വി. F by A, force per unit area, can be denoted as pressure. So P divided by delta V by V. That is equation for bulk modulus. And you have a negative sign there. It shows that as the pressure increases, the volume decreases. In the third case, we have a change in shape. Okay. So our case we have the ratio of shearing stress to shearing strain. ഷെയറിംഗ് സ്ട്രെസ് ഓൾസോ നോൺ ആസ് ടാൻജൻഷ്യൽ സ്ട്രെസ്. അതായത് ചേഞ്ച് ഇൻ ഷേപ്പ് വോളിയത്തിൽ ചേഞ്ച് വരാതെയാണ് ചേഞ്ച് ഇൻ ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിരിക്കും അപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ റേഷ്യോ ഓഫ് ഷെയറിംഗ് സ്ട്രെസ് ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ് ടു ഷെയറിംഗ് സ്ട്രെയിൻ ഇസ് നോൺ ആസ് റിജിഡിറ്റി മോഡുലസ് ഓർ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ആംഗിൾ. ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ഒറിജിനൽ ഷേപ്പിൽ നിന്നുള്ള വേരിയേഷൻ ഒരു ആംഗിൾ മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് ലഭിക്കും. സോ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ആക്ച്വൽ ചേഞ്ച് ഇൻ ഷേപ്പ് ബൈ ഒറിജിനൽ ഷേപ്പ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ ആംഗിളാണ് യൂസ് ചെയ്യുക. സോ ഷിയറിംഗ് സ്ട്രെസ്സസ് എഫ് ബൈ എ, ഷിയറിംഗ് സ്ട്രെയിൻ delta x by L or tan theta. Tan theta ആണ് ഷിയറിംഗ് സ്ട്രെയിൻ ആയിട്ട് എടുക്കുക. സോ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി is given by F by A divided by delta x by L. Now shearing strain can also be taken to be equal to theta. For small values of theta, tan theta is theta. അങ്ങനെയാകുമ്പോൾ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, എഫ് ബൈ എ തീറ്റ. അപ്പോൾ ഈ മൂന്ന് കേസിൽ ഇപ്പോൾ 3 മോഡൽ ഓഫ് ഇലാസ്റ്റിസിറ്റി ആണുള്ളത്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. 3 കേസിലും യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ ആയിരിക്കും. Now we can define another quantity known as compressibility. Compressibility of a substance is the reciprocal of its bulk modulus. Bulk modulus-ന്റെ reciprocal-നാണ് compressibility എന്ന് പറയാം. Solids, liquids and gases have bulk modulus of elasticity. There is no shear modulus and Young's modulus for liquids because a liquid will not sustain a shearing stress or a tensile stress. അപ്പോൾ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് ഇത് മൂന്നിനും ഉള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ആൻഡ് ദർ ഇസ് നോ ഷെയർ മോഡുലസ് ആൻഡ് യങ്സ് മോഡുലസ് ഫോർ ലിക്വിഡ്സ്. ലിക്വിഡ്സിൻ്റെ കേസിൽ ഷെയർ മോഡുലസും യങ്സ് മോഡുലസും ഇല്ല. ഇപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.